ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചറിയാൻ പറ്റും. ഒരുപക്ഷെ ഞാൻ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാകാം, എൻ്റെ കുടുംബ പാരമ്പര്യം ഉണ്ടാകാം, എനിക്കേറെ ഈ ലോകത്തില് ബഹുമതികളുള്ള സ്ഥാനമാനങ്ങൾ ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. പക്ഷേ എൻ്റെ ആത്മാവിനെ സംബന്ധിച്ച്, എൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എനിക്ക് വ്യക്തത വേണം. ഞാൻ ഈ ലോകത്തിൽ എത്രമാത്രം ഷൈൻ ചെയ്താലും മരണാനന്തരം എൻ്റെ ആത്മരക്ഷ ഇല്ല എങ്കിൽ, യേശുക്രിസ്തു ഒരിക്കലും ഇങ്ങനെ ചോദിച്ചു, ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമാവുകയാണെങ്കിൽ അവൻ അതുകൊണ്ട് എന്താണ് നേട്ടം? അവൻ സമ്പാദിച്ചത്രയും അവൻ നേടിയത് അത്രയും കൊടുത്താൽ അവൻ്റെ ആത്മാവിന് പകരമാകുമോ? ഓർക്കണമേ പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം കേൾക്കുന്ന ഓരോ മക്കളോടും പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. പ്രിയപ്പെട്ടവർ, ഈ ലോകത്ത് നാം ആരൊക്കെ ആയിരുന്നാലും നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടത് നാം ഒരുക്കുന്നില്ല എങ്കിൽ, നാം സ്വന്തമായിട്ട് നേടിയെടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വെറും വട്ടപ്പൂച്ച മാത്രമാണ്, വലിയ പരാജയമാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവമൊരുക്കിയ വലിയ രക്ഷയിലേക്ക്, ആ സംവിധാനത്തിലേക്ക് നാം കടന്നു വരിക എന്നുള്ളതാണ്. വിശുദ്ധ ബൈബിളിലെ ജ്ഞാനത്തിന്റെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇങ്ങനെ കർത്താവ് ചോദിക്കുക, ഈ ലോകത്തില് കാണുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെ ഞാനാ സൃഷ്ടിച്ചത്. അതിന്റെ ശക്തിയും അതിന്റെ പ്രകാശവും കഴിവുകളൊക്കെ കണ്ട് മനുഷ്യൻ അതിനെ ദേവന്മാരായി കണ്ടുകൊണ്ട് ആരാധിക്കുന്നു. എന്നാൽ അവയുടെ എല്ലാം സൃഷ്ടാവാൻ ഞാൻ എത്രയോ കഴിവുള്ളവനാണ് എന്തുകൊണ്ട് അവർ അത് തിരിച്ചറിയുന്നില്ല? എന്തുകൊണ്ട് അതിന്റെ എല്ലാം സൃഷ്ടാവിനെ തേടുന്നില്ല? ദൈവത്തെ അറിയാത്തവർ സ്വന്തം ഭോഷന്മാരാണെന്ന് തിരുവചനം പറയുക. അപ്പോൾ ഇതിന്റെ എല്ലാം സൃഷ്ടാവ് ദൈവത്തെ കുറിച്ച് നാം തിരിച്ചറിയണം. ദൈവം ഒരിക്കൽ